വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ്. കേരളം കണ്ട യോഗീവര്യന്മാരിൽ അഗ്രഗണ്യനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. 1853 തിരുവനന്തപുരത്ത് കണ്ണമ്മൂല എന്ന സ്ഥലത്ത് ജനിച്ചു. കുഞ്ഞൻപിള്ള എന്നായിരുന്നു പൂർവനാമം. കൊല്ലൂർ മഠത്തിലെ ശാസ്ത്രികളിൽ നിന്നും അമരകോശവും സിദ്ധരൂപവും ലഘുകാവ്യങ്ങളും പഠിച്ചു. തുടർന്ന് പെട്ടയിൽ രാമൻ പിള്ളയാശാൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ ചേർന്നു. അവിടെ കുഞ്ഞൻപിള്ള ചട്ടമ്പി അഥവാ മോണിറ്റർ ആയി അവരോധിക്കപ്പെട്ടു. ആ സ്ഥാനമാണ് പിൻകാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്ന പേര് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. കുട്ടിക്കാലത്തു തന്നെ ഒരു സന്യാസിയിൽ നിന്നും ബാലസുബ്രഹ്മണ്യ മന്ത്രം അഭ്യസിച്ച് സിദ്ധി വരുത്തിയെങ്കിലും ദാരിദ്ര്യം മൂലം പഠനം തുടരാൻ കഴിഞ്ഞില്ല. തുടർന്ന് കൂലിപ്പണി, കണക്കെഴുത്ത്, ഗുമസ്തപ്പണി, ആധാരമെഴുത്ത് തുടങ്ങിയ പല ജോലികളും നോക്കി. അതിനിടയിൽ തൈക്കാട്ട് അയ്യാവു സ്വാമികളിൽ നിന്നും തമിഴ് വേദാന്തവും ഖളയോഗവും വശമാക്കി. സ്വാമിനാഥ ദേശികരിൽ നിന്ന് തമിഴ് വ്യാകരണവും പുരാണശാസ്ത്രങ്ങളും പഠിച്ചു. തമിഴ്നാട്ടിൽ പോയി തർക്കവേദാന്താദികളിൽ പാണ്ഡിത്യം നേടി. മരുത്വാമലയിൽ താമസിച്ച് ആത്മാനന്ദ സ്വാമികളിൽ നിന്നും യോഗ്യവിദ്യ കൂടുതൽ പഠിച്ചു. ഷൺമുഖദാസൻ എന്ന പേരിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് ഒരു സന്യാസിയിൽ നിന്നും പരമമായ ജ്ഞാനോദയം സിദ്ധിച്ചു. ഹിന്ദുമതത്തിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എതിർത്ത് മതത്തിൻ്റെ അന്തസ്സത്ത ചൂണ്ടിക്കാട്ടിയ ചട്ടമ്പി സ്വാമികൾ കേരളത്തിൻ്റെ നവോത്ഥാന ശില്പികളിൽ പ്രമുഖനായിരുന്നു. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താപദ്ധതി, ക്രിസ്തുമതച്ഛേദം, നിജാനന്ദവിലാസം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ചട്ടമ്പി സ്വാമികൾ രചിച്ചിട്ടുണ്ട്. നമ്മുടെ ഗുരുപരമ്പരയിൽ അദ്വിതീയ സ്ഥാനമാണ് വിദ്യാധിരാജ പരമഭട്ടാരക ചട്ടമ്പി സ്വാമികൾക്കുള്ളത്. 1924 പത്മന ആശ്രമത്തിൽ വച്ച് അദ്ദേഹം സമാധിയടഞ്ഞു.